അപ്പൊ നല്ല ടേസ്റ്റുള്ള മീനാണ്, നല്ല വിലയുള്ള മീനാണ്. അതുകൊണ്ടാണ് ആളുകൾ കാളാഞ്ചി നാളെ പാലൊഴിച്ചിട്ടുള്ള മീൻ കറി വെച്ചിട്ട് കുറെ നാളെയാണ് മീൻ കച്ചവടം നടത്തട്ടെ. അല്ല, ഇത്ര അധികം ആളുകളുള്ള ഒരു വീട്ടില് ജനിച്ചു വളർന്നിട്ട് ചേട്ടൻ അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. നമ്മളെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു അവസരം പോലും ഞാൻ മാത്രല്ല അവര്. അതെന്റെ മെടുക്ക്. നിങ്ങൾ എന്നും സ്ഥിരം ഈ ക്യാമറ വെച്ചിട്ടല്ലോ ചെയ്തത്. വല്ല ചേഞ്ച് ഉണ്ടോ? നമ്മൾ പറയുന്ന പേരാണ് ഷാൾട്ടാര്. ഇതിലാണ് റൊട്ടി. നീ ഇവിടുന്ന് എനിക്കുണ്ടെങ്ങ പേടിച്ചിട്ടാ സാറേ. ഈ മിറാക്കിൾ ഫ്രൂട്ട് ഞാനാണെങ്ങ ലാവിഷായിട്ട് കഴിക്കും. ഇവനെ ഇഷ്ടപ്പെട്ടു കേട്ടാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. വൈകുന്നേരം നേരമാണ്. ഞങ്ങൾ ചോറും കൂട്ടാനും വയ്ക്കാനായിട്ട് കുടിയിലേക്ക് വന്നാണ്. ചോറൊന്നുമില്ല, കൂട്ടാൻ മാത്രം. ചോറ് വെച്ച് കഴിഞ്ഞു. ചോറ് കാലത്ത് വെച്ചു കൂടി തന്നെ വെച്ചു കൂട്ടാ. ഇത് ഇപ്പൊ പറയും സരിതയ്ക്ക് നാളെ ചോറ് കൊണ്ടുപോകാനായിട്ടുള്ള കൂട്ടാൻ വെക്കാൻ വന്നതാണ്. അതല്ല അല്ല പറയാൻ വന്നത്. കാളാഞ്ചി എന്ന് പറഞ്ഞ മീൻ ഇന്ന് കുട്ടലൂർക്ക് പോയപ്പോൾ കിട്ടി. കാളാഞ്ചി എന്ന് പറഞ്ഞ മീൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് ഉപ്പുകണ്ടം പ്രദേശ് എന്ന് പറഞ്ഞ സിനിമയിൽ ഫിലോമിനിയും ജഗതിയും മാർക്കറ്റിൽ മീൻ കച്ചവടം നടത്തുന്നു. അപ്പോൾ സൈനുദ്ദീൻ മറ്റേ ഈ പ്രതാപചന്ദ്രൻ്റെ അവിടുത്തെ കാര്യസ്ഥനാണ് സൈനുദ്ദീൻ അല്ലേ? സൈനുദ്ദീൻ എട്ട് വീട്ടുകാരുടെ സൈനുദ്ദീൻ മീൻ വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നു. അപ്പോൾ ജഗതിയും ഫിലോമിനിയും പറയേണ്ട കുറേ തരം മീനുകളുടെ പേര് പറയും. അതിൽ ആ കൂട്ടത്തിൽ പറയുന്നത് കാളാഞ്ചി എന്ന് പറഞ്ഞ മീൻ പറയുന്നത്. അന്ന് കേട്ടിട്ടുള്ള കാളാഞ്ചി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ കുറേ നാൾ മുമ്പ് നമ്മൾ കാളാഞ്ചി ആളുകൾ ഇപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഈ പിലോപ്പി വാളയൊക്കെ കൃഷി ചെയ്യുന്ന പോലെ തന്നെ കാളാഞ്ചിയും കൃഷി ചെയ്യാൻ തുടങ്ങി. ഞാനും കുറച്ച് കാളാഞ്ചീൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ മീൻ കുളത്തിൽ കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട്, പക്ഷേ അവരുടെ അഡ്രസ്സ് പോലും ഇല്ല. കാളാഞ്ചി ചത്തു പൊന്തി കഴിഞ്ഞാൽ ഡെഡ് ബോഡിയെങ്കിലും കാണില്ലേ. ബാക്കിയുള്ള മീനുകൾ ചത്ത ഇത് ഇവറ്റങ്ങളെ എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മീൻകുട്ടികൾ ചെറിയ മീൻകുട്ടികളെ തിന്നുന്നു. ഒരേ അളവുള്ള മീനുകൾ മാത്രം ഇടാൻ പാടുള്ളൂ. ചെറിയ വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ അവര് തന്നെ അവരെ പരസ്പരം തിന്നുത്ര. അപ്പൊ നല്ല ടേസ്റ്റുള്ള മീനാണ്, നല്ല വിലയുള്ള മീനാണ്. അതുകൊണ്ടാണ് ആളുകൾ കാളാഞ്ചി ചെയ്യുന്നത്. ആളുകൾ ക്ലിക്ക് ആവേണ്ടത് നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല അല്ലേ കൂട്ടാൻ? കാളാഞ്ചി വെച്ചില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇരുമ്പമ്പുള്ളിയുള്ള ആരാളെ ചാളയില എങ്ങാനും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ വിട്ട ഞാൻ പറഞ്ഞു കാളാഞ്ചി അത് നമുക്ക് മാങ്ങിട്ട് വയ്ക്കാന്ന് പറഞ്ഞു. ആ മീൻ കച്ചവടം ഭയങ്കര രസമായിട്ട് അവരെ അല്ല കൊറേ നാളായി നമ്മളിപ്പോ മറ്റോണം നമ്മുടെ കോട്ടയം വെപ്പില്ലേ മുളകിട്ട മീൻകറി വെക്കാറ്. നാളെ പാലൊഴിച്ചിട്ടുള്ള മീൻകറി വെച്ചിട്ട് കുറെ നാളായി. അപ്പൊ അത് കഴിക്കാൻ ഒരു ആഗ്രഹം. മാങ്ങി കിട്ടട്ടെ. മാങ്ങി ഉണ്ടല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ. ഞാൻ കൂട്ടാൻ വയ്ക്കാൻ പോകും. ചേട്ടൻ പറഞ്ഞു ഉപ്പ് കണ്ട പ്രദേശമൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതോ. അതെ, ഭയങ്കര രസമായിട്ട്. അതെ, അതില് മീൻ കച്ചവടം നടത്തുന്നുണ്ട്. ഫിലോമിനിയും അമ്മിയും മോനാണ് ഫിലോമിനിയും ജഗതിയും. അപ്പൊ ഈ സൈനിധിയും വരുമ്പോ മീൻ മറ്റേ ഈ ഉപ്പുകണ്ടം പ്രദേശത്തിന് നല്ല ആ ഐസ് ഇടാത്ത മീൻ എടുത്ത് കൊടുത്ത അവര് വലിയ ജഗദീഷും ആദ്യം തന്നെ അങ്ങനെ പറയില്ല. ആദ്യം വില പറയുമ്പോ ഇത്ര വിലയായിരുന്നു മീൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പകുതി വിലക്ക് അതിന്റെ ഭയങ്കര റേറ്റ് താഴ്ത്തി ചോദിക്കും. ശരിക്കും ഓർമ്മയില്ല. അപ്പോ ജഗദീഷും ബൈജും വരും ഇങ്ങോട്ട്, ഇവരെ ശത്രുക്കള് ഉപ്പ് കണ്ടംകാരി വന്നിട്ട് ഞങ്ങളിങ്ങനെ വിലയൊന്നും പറയില്ല. എത്ര വില എന്ന് പറയുമ്പോ ഇയാള് സൈനിധീന് കയറ്റി പറയും, ഇവര് കയറ്റി പറയും. അങ്ങനെ വലിയ വിലക്ക് സൈനിധീന് കൊടുക്കും. അപ്പൊ സൈനിധീന് കൊടുത്തു കഴിഞ്ഞപ്പോ സൈനിധീന് അത് പൈസ എന്ന് പറഞ്ഞിട്ട് എണ്ണി കൊടുക്കുമ്പോ ഐസിടാത്ത മീൻ എടുത്ത് തന്നീന്ന് പറയും. അപ്പൊ ഇവര് ചമ്മി. അപ്പൊ അങ്ങനെ കച്ചവടം നടത്താൻ പാടില്ല. ഒരു വരുന്നു അത് ഭയങ്കരമായ ഒരു നെറുകേടാണ് അല്ലേ? അതോടുകൂടി അവരെ കച്ചവടം പൂട്ടി ശരിക്കും പറയുകയാണെങ്കിൽ. അതെന്തെങ്കിലും ആവട്ടെ, തമാശക്ക് വേണ്ടി സരിത മീൻ കച്ചവടം നടത്തട്ടെ. അല്ല, മീൻ കൂട്ടാൻ വെക്കട്ടെ സരിത. വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് ഒക്കെ പൊടിയായിട്ട് അരിഞ്ഞേക്കണം കേട്ടാ. ചട്ടിയിൽ വയ്ക്കുമ്പോഴേ ചതച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, ഒക്കെ അടിയെ പിടിച്ചു പോകും. ഇവിടെ കാളാഞ്ചി കഴുകി കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് മുഴുവൻ ഞാൻ തന്നെ തിന്ന് തീർക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇവരതിന്നില്ലേ നല്ലത്.
നല്ലത് ഒരു പഴഞ്ചൊല്ലില്ലേ? നല്ലത് നായിക്കൊക്കില്ല. അതന്നെ, അതാണ് കഥ. അതുകൊണ്ട് ചേട്ടന് സുഖമില്ലേ? ആ പേരും എന്തോ സുഖം, നിങ്ങൾ കഴിക്കുന്നതാണ് സന്തോഷം. അതെ. അതുകൊണ്ട് പിന്നെന്തിട്ടാ ഒരു വലിയ ഒരു ഇത് എന്ത് കിട്ടിയാലും ഇവർക്ക് ആദ്യം കൊടുത്തിട്ടാ ഞാൻ കഴിക്കാറുള്ളൂ. എന്ത് സാധനമില്ലത്. അന്ന് 2 മാങ്ങ ഉണ്ടായിരുന്നത് ഒരെണ്ണം എവിടെയും ചോദിച്ചപ്പോഴത്തെ ചിരി കണ്ടപ്പോ ആൾക്കാർക്ക് മനസ്സിലായി ചേട്ടാ എല്ലാതും ഞങ്ങൾക്ക് തന്നിട്ട് മാത്രം കഴിക്കുള്ളൂ. 2 മാങ്ങ സബോള അല്ല ഞാൻ അതെ. ഇന്നാള് എന്തിട്ടുണ്ടായേ, തുന്തുരുവിന്റെ അവിടെ നിന്ന് ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിക്കും. തുന്തുരുവിന്റെ അവിടെ നിന്ന് മീൻ കൂട്ടാൻ, മീൻ വറുത്തതും ഉച്ചക്കിലേക്ക്. ഇപ്പൊ ഞങ്ങൾ വേറെ കടയിലൊക്കെ പോയി കൂട്ടാനൊന്നും വെക്കാൻ നേരം കിട്ടിയാൽ ചിലപ്പോൾ ഒരു മൂഡ് ഉണ്ടായില്ലല്ലോ കൂട്ടാനൊന്നും വെക്കാൻ. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ തുന്തുരുവിന്റെ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പം അങ്ങനെ മീൻ കൂട്ടാനും കൊഴുവ വറുത്തതും. അവിടെ കൊഴുവ ഫ്രൈ ഉണ്ടാവും. ബാക്കി ഇങ്ങനത്തെ മീനൊക്കെയാണ് ഞാനും ജഗ്ഗു കഴിക്കാത്തോളൂ. കൊഴുവ അങ്ങനത്തെ കുഞ്ഞു മീനുകൾ വറുത്ത് കഴിഞ്ഞാൽ എനിക്കും അവന് നല്ല ഇഷ്ടമാണ്. കൊഴുവ ഫ്രൈ വാങ്ങിച്ചു. ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും കൂട്ടി കഴിച്ചു കേട്ടാ. വൈകുന്നേരത്തേക്ക് കുറച്ച് എടുത്ത് വെച്ചു. വൈകുന്നേരത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചേട്ടൻ നേരത്തെ ചോറിനല്ലോ 7 മണി 7:30 ആകുമ്പോഴേക്കും ചേട്ടൻ ചോറിനു. ചേട്ടൻ ചോറിനുമ്പോൾ ആ മീൻ വറുത്ത് മുഴുവൻ എടുത്ത് തിന്നു. എന്നാ എൻ്റെ അടുത്ത് ചോദിക്കണ്ട, ജഗ്ഗുവിൻ്റെ അടുത്തെങ്കിലും ഒന്ന് വേണ്ടാ നിനക്ക് വേണോ എന്നെങ്കിലും ചോദിച്ചിട്ട് 2 മീൻ എടുത്ത് വെച്ചോളൂ. എന്നിട്ട് അവൻ ചോറിനോட സ്ഥലത്ത് എന്നോട് പറഞ്ഞിട്ട് നോക്കിയാ മാച്ച മീനൊക്കെ തിന്നു, എനിക്ക് എടുത്ത് വെച്ചിട്ടില്ല. സാരല്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ലേ, അത് മതി. ഇവരിത് പറയുന്നു. എന്താ ചെയ്യാ, ഉണ്ണി നിന്റെ അച്ഛനാണ്, അപ്പൊ അച്ഛൻ കഴിച്ചോട്ടെ. അതല്ല ഞാൻ ചോദിക്കുന്നത് എന്തിനെന്നറിയോ, ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കൂടാണ്ട് ഒരു ഹോട്ടലിൽ നിന്ന് പോലും ഒരു ഭക്ഷണം പോലും അല്ല ഞാൻ പറയുന്നത് കേൾക്കണ, ഒരു ഹോട്ടലിൽ നിന്ന് പോലും ഞാൻ ഭക്ഷണം കഴിക്കില്ല. പിന്നെ വല്ല അകലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഞാൻ കഴിക്കില്ല. അല്ലാണ്ട് ഒരിക്കൽ പോലും ഞാൻ ഇവരെ കൂടാണ്ട് ചേട്ടന് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ നമ്മളോട് വേണോ എന്ന് ചോദിക്കില്ല, ചേട്ടൻ കഴിക്കും. ഞാനെങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ ഞാനും തുന്തുരും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോ ഒക്കെ വല്ലതൊക്കെ തിന്നാൻ വീട്ടിൽ വല്ലതുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല. വല്ലതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അമ്മ പറയും അവിടെ ചായര അടുത്തത് മൂടി വെച്ചിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് വല്ലതും കഴിക്കാൻ വല്ല പലഹാരം ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ചോദിക്കണത് ഇത് ഇനി ആർക്കൊക്കെ ഉള്ളത് അമ്മ, എനിക്ക് മാത്രമുള്ളതാണോ അതോ തുന്തുരുവിന് അവരൊക്കെ കഴിച്ചാ, അങ്ങനെ ചോദിച്ചിട്ടേ നമ്മൾ കഴിക്കാറുള്ളൂ. അത് ഞാനായാലും തുന്തുരയിലൊക്കെ എന്ത് സാധനം കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുള്ളൂന്ന് കണ്ടു ഞാൻ അപ്പൊ ചോദിക്കും, ഇത് എനിക്ക് മാത്രമുള്ളതാണോ, ബാക്കി ഇനി ആരൊക്കെ ഇനി കഴിക്കാനുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടാ നമ്മൾ എടുത്ത് കഴിക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അതുപോലെ എന്ത് അച്ഛനൊരു സാധനം വാങ്ങിച്ചു കൊണ്ടാലും എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ തുന്തുരുവിൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അച്ഛനമ്മയ്ക്കും കൊടുത്തു, പിന്നെ അച്ഛനമ്മയ്ക്കും കൊടുത്തു. എന്നിട്ട് അങ്ങനെ ആയിട്ട് ലാസ്റ്റ് തുന്തുരു പങ്കുവയ്ക്കുമ്പോഴാ പാവം തോന്നും. തുന്തുരു പങ്കുവയ്ക്കുമ്പോൾ ലാസ്റ്റ് എല്ലാവർക്കും അത് കൊടുത്തു കഴിയുമ്പോൾ അതിനൊന്നും ഉണ്ടാവില്ല. അതുപോലെ അവൻ കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കി എല്ലാവരെയും തിരിച്ച് അവന് കൊടുക്കും. അങ്ങനെ ഇത് ഇത്ര അധികം ആളുകളുള്ള ഒരു വീട്ടിൽ ജനിച്ചു വളർന്നിട്ട് ചേട്ടന് അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. ഷെയർ ചെയ്ത് കഴിക്കുക, അങ്ങനെ ബാക്കി ഇനി ആർക്കെങ്കിലും വേണം. ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, ചേട്ടൻ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയി കളയേണ്ടി വരും. പക്ഷെ നമുക്കൊന്ന് ചോദിക്കാലോ കുറച്ചോളം. സംഭവിക്കുന്നത് അതാണ്, എടുത്ത് തിന്നും, ചോദിക്കില്ല നമ്മളോട്. നമ്മള് കഴിക്കാൻ ചെല്ലുമ്പോഴാണ് ഈ സാധനം കാണില്ല. അങ്ങനെയല്ല, അപ്പൊ മനസ്സിലാവും ആ ചേട്ടാ ഫുള്ള് എന്നും എടുത്ത് പുറത്തേക്ക് കളയേണ്ട ഒരു പിറ്റേ ദിവസം. ഇവർക്ക് എടുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. കുഴപ്പമില്ല, കിടക്കട്ടെ. നമ്മളെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു അവസരം പോലും പാഴാക്കില്ല ഞാൻ. അതെ, അല്ല ഓരോരുത്തരുടെ സ്വഭാവം ചേട്ടൻ അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല. അത് ഇഷ്ടമുള്ളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ അത് അവസാനിപ്പിക്കും. വേപ്പിലിടാണ് കേട്ടാ. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, അല്ല കുറെ കുടുംബങ്ങളിലുള്ള സംഭവങ്ങളാണ്. എന്ത് കാര്യം ചേട്ടനെ കുറിച്ച് പറയുമ്പോ അപ്പൊ ചേട്ടൻ ഇൻഹരി കർണാകറിലെ ജഗദീഷിന്റെ പോലെയാ, ഞാൻ മാത്രല്ല അവര്. അതുപോലെ അപ്പ പറയും ഇത് കഴിച്ചിങ്ങ. അല്ല, രാഗിയും പറഞ്ഞു സജീവനും ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു നിങ്ങക്ക് ആവശ്യമില്ലാന്ന്. അത് അവിടെ ഇരുന്ന് കളയും, അത് കാരണം ഞാൻ അടുത്ത് കഴിച്ചത്. അല്ല, അതാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് വേറൊന്നുമല്ല. ഇപ്പൊ നേന്ത്രപ്പഴം അവിടെ ഇങ്ങനെ ഞാൻ കിടക്കുന്നുണ്ടാവും, നമ്മള് ഇവർക്ക് വാങ്ങിച്ചോണ്ടത് ഇവര് കഴിക്കില്ല. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ സാധനം വരാറില്ല. അതെന്റെ മിടുക്ക്, അത് നമ്മുടെ മിടുക്ക്. അല്ലെങ്കിൽ പിന്നെ അത് പിറ്റേ ദിവസം നമുക്ക് കഴിച്ചിട്ട് തൊലി സെറ്റിയുടെ അടിയിലുണ്ടാവും. അതൊക്കെ പണ്ട്. പിന്നെ എന്നിട്ടാണ് തണ്ണിമത്തം കഴിച്ച് കഴിഞ്ഞാൽ കുരു ഇങ്ങനെ ഹാള് മുഴുവനും ഇങ്ങനെ ഊതിയിട്ട്. ഇല്ലില്ല,
ഇല്ല മീന് ഞാനും കൂടി ജഗ്ഗു ഭക്ഷണം കഴിക്കാൻ ഹാളിലേക്ക് വന്നിട്ട് എന്നെ അത് ഊതുന്നതല്ലേ തെറിച്ചു പോണതാ. അത് ഞാൻ ഇങ്ങനെ ഈ മറ്റേ സാധനത്തെ ഇങ്ങനെ തട്ട് കിട്ടും, അപ്പൊ കുരുക്കൾ അതിൽ നിന്ന് വീഴുന്നത്. അല്ലാണ്ട് ഞാനിപ്പോ അപ്പൊ അവൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറ്റില്ല അമ്മ, അവിടെ മുഴുവൻ തണ്ണിമത്തന്റെ കുരും പിന്നെ വേറെ എന്തൊക്കെയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ തണ്ണിമത്തന്റെ കുരു കൊണ്ട് നിറച്ച് പിന്നെ എന്നിട്ടാ പഴത്തൊലി അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഹാളില്. പഴത്തൊലി ഹാളിന്ന് ചേട്ടൻ എടുത്ത് കളയാം എപ്പോഴെങ്കിലും. ചേട്ടൻ നടന്ന് പഴം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ച് പുറത്തേക്ക് വരണോട് കൂടി കളയും. അല്ലാണ്ട് ഹാളിൽ ഇരുന്നിട്ട് TV കണ്ടോണ്ട് പഴം തിന്നുമ്പോഴൊക്കെ അതൊന്നും അവിടെ ഇരുന്നിട്ട് എങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മള് പഴത്തൊലി ഇവിടെ വെക്കും, പിന്നെ അത് എടുക്കാൻ മറക്കണം. അല്ലാണ്ട് വേറൊന്നുമല്ല, അല്ലാണ്ട് മനഃപൂർവ്വം നമ്മൾ മനഃപൂർവ്വം ചെയ്യണതല്ല കേട്ടാ, അത് ശരിയാ. മനഃപൂർവ്വം അതവിടെ കിടക്കട്ടെ, അവള് വേണമെങ്കിൽ എടുത്തുകൊണ്ടേ കളയട്ടെ അങ്ങനെ ഒന്നും വിചാരിച്ച് വെക്കണതല്ല, അതവിടെ വയ്ക്കും. പിറ്റേ ദിവസം അത് കറുപ്പ കളറായിട്ട് ഞാൻ അടിച്ചു വരാൻ വരുമ്പോ ഇരിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം അത് ഇങ്ങനെ കറുത്ത് ഉണങ്ങിയ പോലെ ഇരിക്കുന്നുണ്ടാവും. ഞാനത് മറ്റേ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടും. തുടക്കം തൊട്ട് കിട്ടണ്ടായിരുന്നു. കൊളക്കോടികളെ ശബ്ദമാണ് രാത്രിയിൽ കടാ കടാ പാടത്തിന്റെ സൈഡില് വീടുള്ളവർക്ക് മാത്രമാണ് ഈ അപൂർവ സുന്ദരമായ ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. ലഹളമയാണ്, ഭയങ്കര ലഹളയാ രാത്രി മുഴുവൻ. മഴക്കാലായ ഇവിടെ രാത്രി ഭയങ്കര ലഹളി. പറ്റങ്ങള് ഒരുമിച്ച് 10-500 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആ തോടിന്റെ അവിടെ നിന്ന് കേൾക്കാം. കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മെയ്യില് കല്യാണം, മെയ് 4-ാം തീയതി കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി. അപ്പൊ മഴക്കാലത്ത് ഈ സൗണ്ട് വന്നിട്ടേ നമുക്കിത് ശീലമില്ലല്ലോ ഇത് ഇങ്ങനത്തെ സൗണ്ട് കേട്ടിട്ട്. തവളകളെയും കൊളക്കോഴിന്റെയും ചീവിടിന്റെയും പ്രാണികള്, തേരട്ട, അത് അങ്ങനെ കൊറേ പ്രാണികള്, ജീവജാലങ്ങള്, ഇതിനൊക്കെ കാണുമ്പോ ഒച്ച് അട്ട പോലത്തെ സാധനങ്ങളൊക്കെ അകത്ത് കയറി വരും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. പിന്നെ ശീലായി. എല്ലാതും വാടി. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ട, നാളികേരത്തിന്റെ 1-ാം പാലും 2-ാം പാലും കൂടി ഇതാട്ടത്. വേണമെങ്കിൽ ഫസ്റ്റ് പാല് മാറ്റി വയ്ക്കാം. മാങ്ങ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്, വലിയ മാങ്ങയാണ്. അതുകൊണ്ട് മുഴുവൻ ഞാൻ ഇടുന്നില്ല. ചിലപ്പോൾ പുളി കൂടിയാലോ. പുളി നോക്കിയിട്ട് പിന്നെ കുറവാണെങ്കിൽ നമുക്ക് ഇടാം. ഇനി മീൻ അധികമാവോ? നീട്ടോ ചേട്ടനല്ല പറഞ്ഞത് കുറച്ചെടുത്ത് വറക്കാന്ന്. വറക്കാൻ നേരില്ല. നല്ല ഭംഗിയുള്ള മീൻ കഷ്ണങ്ങൾ അല്ലേ അടുത്ത് കൊണ്ടുവന്നിട്ടോ. ഫുള്ള് അവർ തൊലിച്ചെത്തി. ആ അതുകൊണ്ട് നല്ല ഭംഗിയിലിരിക്കണം അല്ലേ. ഇതിനൊരു ജാതി ചെതമ്പലുണ്ടാവുമല്ലോ. ചെതമ്പല് പൊട്ട ഒരു കളറാണ്, ബ്ലാക്ക് കളറ്. അത് പാടില്ല. അപ്പം അത് മുഴുവൻ തൊലി ചെത്തി തരും. നമ്മൾ നന്നാക്കുകയാണെങ്കിൽ ഇങ്ങനെ പറ്റില്ല. നമുക്ക് തൊലി ഇങ്ങനെ ചെത്താൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ ആയി. പീസല്ല വയറിൻ്റെയാണ്. ഒരു മിനിറ്റ്. അങ്ങനെ കാളാഞ്ചി കറിച്ചട്ടിയിലായി. ഇളക്കണില്ലേ? നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ കൂട്ടാനില്ലേ. ഉപ്പിടാണ്. നന്നായി തിളച്ചിട്ട് ഉപ്പിടാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ സിനിമയിലേ നമ്മുടെ ലാലും ശ്വേതാ മേനോനായിട്ടുള്ള പടം സാൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് ആൻഡ് പെപ്പർ. അതിൽ മീൻ കൂട്ടാൻ കഴിക്കുമ്പോൾ ലാല് പറയില്ലേ, ബാബുരാജ് മീൻ കൂട്ടാൻ വെച്ചിട്ട് കൊണ്ടുപോയി നോക്കിയെന്നിട്ട് ടേസ്റ്റ് നോക്കി കൊണ്ടുപോകും. നല്ല ടേസ്റ്റ്. ഇതിന് എന്താ ഇത്ര ടേസ്റ്റ് വരാൻ കാരണം തിളച്ചിട്ടല്ല ഉപ്പിട്ട് ജഗ്ഗിൽ തിളച്ചിട്ട് ഉപ്പിടുമ്പോൾ ടേസ്റ്റ് കൂടുമായിരിക്കും. നമ്മുടെ മറ്റേ ബിനോയില്ലേ, നമ്മുടെ മുകളിൽ തട്ട് കിടന്നിരിക്കും നമ്മുടെ സ്വർണ്ണപ്പണിക്ക് നമ്മുടെ 2 പേര് ബിനോയും ഷിബിനും ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ ബിനോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാചകമാണ് ആൾക്ക്. എപ്പോഴും പാചകത്തിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കലാണ് ആളുടെ ഏറ്റവും വലിയ ഹോബി. അപ്പോൾ നമ്മുടെ എൻ്റെ അച്ഛൻ ഇറയത്ത് എപ്പോഴും ഇരിക്കുന്നുണ്ടാവും. ഇറയത്തിരിക്കുമ്പോൾ
അച്ഛൻ ചില പാചകങ്ങളുടെ ഇവനെ അറിയാം, അച്ഛൻ ഭയങ്കര പാചക വിദഗ്ധനാണെന്ന്. അപ്പോൾ ഇവൻ വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് സംശയങ്ങൾ ചോദിക്കും. കോഴിയിറച്ചി വയ്ക്കുമ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാ അച്ഛ ഇഞ്ചിയുടെ, അത് കഴിഞ്ഞിട്ട് വേപ്പിടുമ്പോൾ മിനിറ്റിലാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വരും. അതുപോലെയാണ് ഇത് കാര്യം. അല്ല സംഗതി ഉണ്ടാവും, ചിലപ്പോൾ ചില ഇതുകളൊക്കെ ഉണ്ടാവും, ചില വ്യത്യാസങ്ങൾ. നാളേരപ്പാൽ ഒഴിച്ച് വെക്കണം കൂട്ടാൻ്റെ റിസ്ക് എന്ന് പറയുന്നത് നാളേരപ്പാൽ പിരിഞ്ഞാൽ കഴിഞ്ഞു, ടേസ്റ്റും പോയി, അതിന്റെ കാണാൻ ഭംഗിയും ഉണ്ടാവില്ല. അതിങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നു. അത് പിരിയാണ്ട് നന്നായി തിളച്ച് അതിന്റെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരണം, അപ്പോഴാണ് ടേസ്റ്റും കാണാൻ ഭംഗി. അത് ഇതിപ്പോ നാളികേരം മൂത്ത അങ്ങനെയല്ലല്ലോ, നല്ല പാകത്തിനുള്ള നാളികേരാണ്. നാളികേരം ഉണങ്ങിയ നാളികേരൊക്കെ ആണെങ്കിൽ ചിലപ്പോ പിരിയും, പെട്ടെന്ന് പിരിയും. പിന്നെ ചില സമയത്ത് അറിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചില സമയത്ത് പിരിയും നല്ല നാളികേരപ്പാലായാലും, കാരണം ഒന്നും അറിയില്ല. നമുക്ക് ഒരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ആള് കുറേ കമന്റ് ഇട്ടിരുന്ന ആളാണ്, ഞാനതൊന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ആ കമന്റ് ഒന്ന് വായിക്കാം നമുക്ക്. എന്നത്തെ വീഡിയോ അല്ല, ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കമന്റ് ഇടും. അല്ല ഇപ്പൊ വായിക്കണ ഏത് വീഡിയോയിലത്തെ കമന്റാ? ഇന്നത്തെ വീഡിയോയിലത്തെ കമന്റ്. വീഡിയോ ഏതാ? ഇന്ന് നമ്മള് നീ ചിക്കൻ പെരട്ട് വെച്ചില്ലേ, കൊറേ കഥയൊക്കെ അതൊക്കെ പറഞ്ഞ് ഞാൻ ചിക്കൻ പെരട്ട് ഇവിടെ തന്നെ ഇരുന്നിട്ട് രാത്രിയല്ല, അല്ല രാത്രിയല്ല, അത് കാലത്തായിരുന്നു. സുജിത്ത് കേട്ടാ, സുജിത്ത് കെ വീക്കിലി മംഗ്ലീഷിലാണ് എഴുതിയ പോണത്. വീക്കിലി 6 ദിവസം നാടൻ സംസാരം, സൺഡേ ആയാൽ ചെയറിൽ ഇരുന്ന് സംസാരം, ഒരു കണ്ടന്റ് ഇല്ല, ഇടയ്ക്ക് ഒരു നല്ല കണ്ടന്റ് വരും, അജൂസ് വേൾഡ് കമോൺ ബോർ അടിച്ച് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ബോർ അടിക്കുന്നുണ്ടെങ്കിൽ വേറെ ചാനലിൽ പോയി കാണൂന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ആള് അപ്പനെ മറുപടി അലക്കിട്ടാ, ഡെയിലി കാലത്ത് ചിക്കൻ കറി തന്നാൽ ചേട്ടൻ കഴിക്കുവോ ഇല്ലയോ? എന്തുകൊണ്ട് കഴിക്കാത്ത? ഡെയിലി ആവുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, പുതിയ വല്ല കറി വേണം എന്ന് പറയില്ലേ? അതേപോലെ തന്നെ ആണ് ഇതും, ഡെയിലി ഒരു മാറ്റവും ഇല്ലാണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ ജനങ്ങൾക്ക് ബോറടിക്കും. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ആണ് പറയുന്നത്. നിങ്ങളുടെ നല്ല വീഡിയോയ്ക്ക് ഞാൻ നല്ല ഗുഡ് എന്ന് കമന്റ് ഇടാറുണ്ട്. കമോൺ അജൂസ് വേൾഡ്, ഇങ്ങനെയാണ് കമന്റ് ഇട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ്. എന്നും ഇങ്ങനെ കഥ പറയണതാണ് ആൾക്ക് ഇഷ്ടപ്പെടാത്തത്. പാചകം ചെയ്യുന്നു, പാചകത്തിന്റെ ഇടയിൽ പണ്ടത്തെ ഓർമ്മകളും കഥകളും പറയണത്. പക്ഷെ അത് കാണാൻ ഇഷ്ടമുള്ളവരാണ് നമ്മുടെ ചാനൽ കാണുന്ന ഭൂരിഭാഗം പേരും. ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരാൾ മാത്രം വീഡിയോ കാണാണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും പോകും. അപ്പോ ഡെയിലി ചിക്കൻ കറി തന്ന ഡെയിലി ഇപ്പൊ ചിക്കൻ കറി ചേട്ടന് ഞാൻ രാവിലെ എന്നും ചിക്കൻ കറി കൊടുക്കാണ്, ചേട്ടന് വേറെ ഓപ്ഷൻ ഇല്ല, പുറത്ത് പോയിട്ട് വേറെ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അതല്ല, ഡെയിലി നമ്മുടെ ചാനലിൽ ഒരേ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ 100,000 ഓപ്ഷൻസ് ഉണ്ട്, വേറെ വീഡിയോ കാണാം. അതന്നെ മറ്റേ സലീംകുമാർ പറയുന്ന പോലെ നിങ്ങൾ എന്നും സ്ഥിരം ഈ ക്യാമറ വെച്ചിട്ടല്ലോ ചെയ്തത്, വല്ല ചേഞ്ച് ഉണ്ടോ? എന്നിട്ട് ഡാൻസ് മാത്രം ചേഞ്ച് ചേഞ്ച്. നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ കയ്യിലുള്ളതല്ല നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. എനിക്കിപ്പോ വന്നിട്ട് ഇപ്പൊ മറ്റേ ട്രംപിനൊക്കെ വന്നിട്ട് അതല്ല, നമ്മളിപ്പോ ഡെയിലി വ്ളോഗ് ചെയ്യണ, ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. അവര് എന്താണോ ആ ദിവസങ്ങളിൽ ചെയ്യണേ അത് മുഴുവൻ വീഡിയോ ആക്കും. അവരെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അതിൽ പരദൂഷണം ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ചിലപ്പോ ഇത്തിരി വലിയ ഫാമിലി, അവരുടെ വീട്ടിൽ ഇപ്പൊ അച്ഛൻ, അമ്മ, ഈ മോൻ, ഭാര്യ, ഇയാൾക്ക് ഒരു അനിയനുണ്ടെങ്കിൽ അനിയൻ, ഭാര്യ, ഇവരുടെയൊക്കെ മക്കള്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഫാമിലി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ ഇങ്ങനെ ദിവസവും വരും. അവർക്ക് ഇങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ ഓരോ ഇതുകള് വരും. അച്ഛന്റെ എന്തെങ്കിലും കാര്യം അമ്മ എന്തെങ്കിലും പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അങ്ങനെയൊക്കെ. നമുക്കതൊന്നും ഇല്ലല്ലോ, നമ്മളിപ്പോ നമ്മള് 3 പേരല്ലേ ഉള്ളൂ. നമ്മള് ദിവസം വീഡിയോ ഇടുമ്പോ പിന്നെ ചേട്ടനാണെങ്കിൽ ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർമ്മയായതുകൊണ്ട് കുറെ കാര്യങ്ങള് ഓർമ്മകൾ പറയും. ആ ഓർമ്മകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. നമുക്ക് എങ്ങനെയാ വെച്ചിട്ടില്ലേ, ഈ എസ്കപ്പൊറ്റക്കാടിന്റെ മറ്റേ ദേശത്തിന്റെ കഥയില്ലേ, ഒരു തെരുവിന്റെ കഥ, ആളുകൾ എങ്ങനെയുണ്ട്, പഴയ ആളുകളുടെ നമ്മൾ നന്നായി നിരീക്ഷിക്കും,
പഴയ ഓർമ്മകളിലൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടമാണ്. ഇപ്പം ദേശത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. തന്നെ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലെ ഓണക്കാലത്തൊക്കെ ഇല്ലേ, ഓണക്കാലം നമുക്കുണ്ടാവുമല്ലോ. ഓണക്കാലത്ത് കാണുന്ന ഒരു നമ്മുടെ നാട്ട് ഇടവഴികൾ, അന്ന് റോഡൊക്കെ മണ്ണ് റോഡാണ്. അപ്പോൾ നമ്മുടെ ഈ വഴികളിലൊക്കെ കാണുന്ന എന്താ, ഞാൻ ഈ കളർ കണ്ടപ്പോൾ എരിവില്ലാന്ന് വിചാരിച്ചാൽ നല്ല എരിവ്. ഇതിന് ഉപ്പിടുണ്ട് കേട്ടോ. അങ്ങനത്തെ പുളി ഇറങ്ങി വരണുള്ളൂ, ഇതിന് ടൈം എടുക്കും. രസമുണ്ട് കേട്ടോ കൂട്ടാൻ രസമുണ്ടാവും. കാളാഞ്ചി അല്ലേ. അപ്പോൾ ഈ നാട്ടിട വഴികൾ എന്ന് പറഞ്ഞാൽ മണ്ണ് റോഡൊക്കെയാണ്. അപ്പോൾ ഓണക്കാലത്ത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അന്ന് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ചാരായ കച്ചവടം ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ചാരായ കച്ചവടം ഉണ്ടാവും. ഈ ചാരായ കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴികളിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പിട്ട് കുടിയന്മാർ കുടിച്ച് ഇങ്ങനെ വഴിയിൽ കിടക്കുന്നുണ്ടാവും, മലന്ന് കിടക്കുന്നുണ്ടാവും. ഈ മറ്റേ ട്രൗസർ കുട്ടികൾ പൂക്കുടകളുമായി പൂ പറിക്കാൻ പോകുന്ന കാഴ്ചയെന്ന് വിചാരിച്ചു. അല്ലല്ല, തെറ്റിപ്പോയി. പൂക്കുടിയും അല്ല. എല്ലാവരും മുണ്ടൊന്നില്ലാണ്ട് അമ്മ പറയുന്നേക്കാം, മുണ്ടും കോണില്ലാണ്ട് അവൻ അവിടെ കുടിച്ചത് അവിടെ വഴിയിൽ എടുക്കുന്നുണ്ട് പെണ്ണുങ്ങളെ കാണിക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പം പീടിയെ പോണ ഇവരൊക്കെ ഇതൊക്കെ ആളുകളെ മുഴുവൻ കാണും. അങ്ങനത്തെ ഒരു കാഴ്ചകളാണ്. അപ്പോൾ ഈ പോലീസുകാർ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ജീപ്പ് ഈ ചാരായം വാറ്റുന്നവരെ പിടിക്കാനായിട്ട് പോലീസ് വരും. അപ്പോൾ വലിയൊരു പോലീസ് സ്റ്റേഷനിൽ അന്നൊരു പോലീസുകാരൻ ബേബി എന്ന് പറഞ്ഞിട്ട്, ഭയങ്കര സ്പോർട്സ്മാനാണ് അയാൾ. ഭയങ്കര ഒരു ചുവപ്പ് കളറിലൊരു ബെനി, കയ്യിലൊരു ബെനി ഇട്ടിട്ട് ആള് ട്രൗസർ ഇട്ടിട്ട് പിടിക്കാനായിട്ട് ഇവരെ പിടിക്കണ്ടേ. ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചാരായം ഈ 2 ക്യാനൊക്കെ എടുത്തിട്ട് അവർ ഭയങ്കര ചിലവർ ഭയങ്കര ആരോഗ്യന്മാരാച്ച അവർ കള്ളച്ചാരായനാട്ടാ. കള്ളവാറ്റ് അവർ ഇങ്ങനെ ചാടി ഇതൊക്കെ എടുത്തിട്ട് ഈ വേലിയൊക്കെ ചാടിപ്പോവും. ഇതൊക്കെ 10 ലിറ്ററിൻ്റെ ഇതൊക്കെ. ഈ ബേബി എന്ന് പറയുന്ന ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിലത്തെ ഓട്ടക്കാരനാ. ആൾക്ക് ഈ സ്പോർട്സ് കോട്ടെല്ലാം കിട്ടിയെന്നുണ്ട്. ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് ഇങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലേക്ക് എത്താൻ അധികം സമയം വേണ്ട ആൾക്കുന്നത്, സെക്കൻഡുകൾക്ക് വെച്ച് ഓടും. അങ്ങനത്തെ ഒരു പോലീസുകാരനാണ്. അന്നൊക്കെ 1979, 1978 കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഓണക്കാലത്തെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് ജീപ്പ് വരും. അപ്പോൾ പോലീസ് ജീപ്പ് വരുമ്പോൾ എല്ലാവരും നമ്മുടെ ഈ പാലത്തിൻ്റെ അവിടെയും കൂടെയൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പോലീസ് ജീപ്പ് വരുമ്പോൾ ഈ ഇവിടെ പാടത്തൊക്കെ ചാരായ കച്ചവടമൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കാട് ഇവിടെ ആ വീട് തറവാട് അറ്റത്താണ്. സജീവിൻ്റെ വീടിൻ്റെ അവിടെയാണ് തറവാട്. അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പാടാണ്. ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇവിടെ. ഈ ഇതിലൊക്കെ ഈ വലിയ മങ്കിലികളില്ലേ, പണ്ടത്തെ മങ്കിലിയിലൊക്കെ ചാരായമൊക്കെ വെച്ചിട്ടുണ്ടാവും. ചാരായം വാഷും ഇതൊക്കെ ഇട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് ചാരായം വരുന്ന സംഗതിയിൽ. അപ്പം അത് കണ്ടുപിടിക്കാനും ഷാൾട്ടാരും വരും. ഷാൾട്ടാരെന്ന് പറഞ്ഞാൽ എക്സൈസിനെ നമ്മൾ പറയുന്ന പേരാണ് ഷാൾട്ടാര്. പോലീസിൻ്റെ അതേ യൂണിഫോമിൽ തന്നെ അവർ വരും. ഷാൾട്ടാർ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. പിള്ളേരുകളൊക്കെ പേടിപ്പിക്കുന്ന ഓരോ ഇതുണ്ട്. ഷാൾട്ടാർ വന്നിട്ട് അവരൊക്കെ പിടിച്ചു കൊടുക്കണ്ടെന്ന് പറയും. അതേപോലെയാണ്. അപ്പോൾ ഈ പോലീസുകാർ വരുമ്പോൾ എന്താ പറഞ്ഞാൽ പോലീസ് ജീപ്പ് വരുമ്പോൾ പോലീസുകാർ ചിലപ്പോൾ 2-3 പേരുണ്ടാവുള്ളൂ ജീപ്പിൽ. പിന്നെ ബാക്കിയൊക്കെ ഈ മറ്റേ ഇവരാ വാറ്റ് നടത്തുന്ന ഈ അവരെയും പിടിച്ചിട്ടായിരിക്കും, അവരായിരിക്കും ജീപ്പിൽ കൂടുതൽ. മനസ്സിലായ? അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാണ്. അപ്പോൾ ഇത് കാഴ്ച കാണാനായിട്ട് അപ്പോൾ നമ്മുടെ പിന്നെ ഇവർ ഓടില്ല. ജീപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ അനങ്ങാണ്ട് നമ്മുടെ എന്താ പറയുക ഇങ്ങനെ കൂടി ഇരുന്നോളും. വലിയ ആരോഗ്യമുള്ളവരൊന്നുമില്ല. അപ്പോൾ ഒരു ഓണക്കാലത്ത് കേട്ടോ, ഓണത്തിൻ്റെ ടൈമിൽ എല്ലാവരും ഉച്ച സമയത്ത് നമ്മുടെ പാലത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസ് ജീപ്പ് വരുന്നത്. പോലീസ് ജീപ്പ് വരുമ്പോൾ അതിൽ ചെക്കൻ്റെ പേര് എനിക്ക് ഭരതൻ എന്ന അങ്ങനത്തെ ഒരു പേരാണ്. മരിച്ചൊക്കെ പോയി ഉണ്ട്. അല്ലല്ല, ഒരു ഇതേപോലെ ഇങ്ങനെ അല്ലല്ല, ഭരതനസയല്ല, ഭരതനശ്രയോടാണ് കളി. അതല്ല, ഭരതനസയല്ല. ഇതിൽ ആവശ്യത ചെക്കനാണ് ഭരതൻ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പേര് ഞാൻ മറന്നുപോയി, ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിലിരിക്കുന്നുണ്ട്, ഈ ചെക്കൻ ഇതിലിരിക്കുന്നുണ്ട്. എന്തോ വാറ്റിനല്ല, വേറെ എന്തോ ഒരു സംഗതിക്കാണ് പിടിച്ചിട്ടുള്ളത്. നമ്മുടെ ഇപ്പം കാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവൻ എന്തിരുന്നറിയോ, ഇറങ്ങി ഒറ്റ ഓട്ടോ ഓടി. ഇറങ്ങി ഓടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഓടെയാണ് ഓടുന്നത്. ഓടി
ഓടിയ വഴിക്ക് പെട്ടെന്ന് പോലീസുകാർ ശ്രദ്ധിച്ചില്ല. അവിടെ സ്ലോ ആക്കിയപ്പോഴാണ് ഓടിയത്. ഈ പോലീസുകാരൻ ട്രൗസർ ഇട്ടോണ്ട് പാൻറ്റാണ് ഇട്ടോണത്. ഇയാള് ഇറങ്ങി പിന്നികൂടെ. അപ്പം ഏകദേശം ഒരു 100 മീറ്റർ വ്യത്യാസമുണ്ട്. ഇവന് നല്ല ആരോഗ്യമായി ചെക്കന്. ഇവൻ ഓടി, ഇയാള് പിന്നികൂടെ ഇവിടെ വെച്ചിട്ട്, നമ്മുടെ വീടിന്റെ ഇവിടെ വെച്ചിട്ട് പിടിക്കല ചെയ്യാ. നീ ഓടിയേ, ഞാൻ കാണിച്ചാൽ കാണിക്കും. ചേട്ടൻ അഭിനയിച്ച് അല്ല ഇങ്ങോട്ട് വാ കുനിച്ചു നിർത്തി കൂമ്പിലടിക്കോ? നീ ഭാരതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നു. ഇയാള് പിന്നോടെ വന്നിട്ട് നോക്കിയാ ഇതിലാണ് റൊട്ടിടി. ഇതിങ്ങനെ റൊട്ടിടി അടിച്ച വഴിക്ക് ഇവൻ. അപ്പൊ എല്ലാവരും പിന്നോടെ വന്നിട്ട് ഈ ജാഥ പോലെയല്ല, ഇതൊക്കെ ഒരു ഭയങ്കരമായ കാഴ്ചയില്ലേ. ഇവൻ ഇങ്ങനെ മുട്ടുകുത്തിരി വീഴ്ച വീണു. അന്ന് പിന്നെ പിടിച്ച് എടുത്ത് കൊണ്ടുപോയി. നീ എന്തിനാണ് ഓടിയെന്ന് ചോദിച്ചു. അപ്പൊ പേടിച്ചിട്ടാ സാറേ ഇവരുടെ അടുത്ത് ഓടിത്തി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഓണത്തിനുള്ള കാഴ്ചകൾ അത് അങ്ങനെ. പിന്നെ കുറേ സംഗതികളുണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ വേറൊരു ഗഡിയുണ്ട് കേട്ടോ, സുബു എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അവൻ നല്ല വെള്ളടിയാണ്. വെള്ളടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായി കുടിക്കും. നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സുഹൃത്തല്ല, അനിലാൻ്റെയും ഇവരെയൊക്കെ സുഹൃത്താണ്. അവരൊക്കെ ഇവിടുന്ന് പോയി കുറേ. അപ്പോൾ സുബുവിന് ഓണായി കഴിഞ്ഞാൽ ആള് ഭയങ്കര വണ്ണം കുറവാണ്. ആള് വണ്ണം കുറവാണ്, ഭയങ്കര ഇതാണ്. പക്ഷെ ആളെ എല്ലാവർക്കും പേടിയാണ്. ദാദ പോയിന് വീട്ടിൽ കുടുംബക്കാർക്ക് എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഒരു ദിവസം ഓണത്തിൻ്റെ ടൈമിൽ തന്നെ കേട്ടോ, ഓണത്തിൻ്റെ ടൈമിൽ ഈ ഓണക്കളി അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും. എല്ലാവരും അതിലൊക്കെ നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ ആള് വന്നിട്ട് അവിടെ അലമ്പുണ്ടാക്കണം, നമ്മുടെ ഈ പാലത്തിൻ്റെ അവിടെ അലമ്പുണ്ടാക്കണം. അപ്പം ആൾക്ക് പേടിയുള്ള ഒരേ ഒരാളാണ് അറിയോ, ആളലിയുണ്ട്, രാജേട്ടൻ. ആളെ മാത്രമേ പേടിയുള്ള. അപ്പോൾ സുഖം അവിടെ അലമ്പുണ്ടാക്കിയപ്പോൾ എല്ലാവരും പേടിച്ച് നിൽക്കാണ്. ആ സമയത്താണ് രാജേട്ടൻ വരുന്നത്. രാജേട്ടൻ വന്നിട്ട് നിന്നെ ഞാൻ പറഞ്ഞ വഴിക്ക് സുഖം ഓടിപ്പോൾ എല്ലാവരും പിന്നോടെ ഓടി. തിരുവോണത്തിൻ്റെ അന്നൊക്കെയാട്ടാ സംഗതി ഉണ്ടായത്. ഓർമ്മ. എന്നിട്ട് രാജേട്ടൻ്റെ വീട്ടുമുറ്റത്ത് ഒരു തെങ്ങുണ്ട്. തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ തലയൊന്നുമില്ല, യൂറി ഇടണം, അങ്ങനത്തെ ഒരു തെങ്ങ്. ആ തെങ്ങിന്മേ തെങ്ങുമേ സുഖുവിനെ ഇങ്ങനെ, ഇതിപ്പോ തെങ്ങാണെങ്കിൽ അല്ല, ഇതിപ്പോ ഇപ്പൊ ഞാൻ തെങ്ങാണെങ്കിൽ ഇങ്ങനെ സുഖുവിനെ ഇങ്ങനെ വട്ടം പിടിച്ചിങ്ങനെ നിർത്തി. എന്നിട്ട് നീ ഇവിടുന്ന് എനിക്കുണ്ടെങ്ങ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിന്നിട്ടാ രാജേട്ടൻ പോയിട്ടേ അടുക്കളയിൽ പോയിട്ട് മറ്റേ പഞ്ചസാരയും ഇതൊക്കെ പൊതിഞ്ഞുകൊണ്ടേ ചാക്ക് ചേട്ടില്ലേ, പഞ്ചസാര, ഉള്ളി, ശർക്കരയൊക്കെ പൊതിഞ്ഞുകൊണ്ടേ ചാക്ക് ചേട്ടില്ലേ, ആ ചാക്ക് ചേട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചാക്ക് ചേട്ട് വളരെ കനം കുറഞ്ഞൊരു സാധനമാണ്. ആ സാധനം കൊണ്ടുവന്നിട്ട് നോക്കിയേ, അവൻ്റെ കൈ ഈ തെങ്ങുമോടെ കൂട്ടി കെട്ടി നിർത്തി. എന്നിട്ട് ഒരു പട്ടവടി എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി നീ എങ്ങാനും ഇവിടുന്ന് അന്നിങ്ങ ഉണ്ടെങ്കിൽ ഈ പട്ടവടി അടിച്ചതിൻ്റെ തലയിലടിച്ച് കൊല്ലുന്നു. അങ്ങനെ എത്ര മണി വരെ, 5 മണി വരെ അവിടെ നിന്നു, ഒരു കുഴപ്പമില്ലുണ്ട്. അപ്പൊ രാജേട്ടൻ എങ്ങനെയാണ് പോകണ്ടെന്നു. രാജേട്ടൻ പോയപ്പോ ഇത് വെറുതെ പിടിപ്പിച്ചു നടന്ന് വീണ്ടും ആളവിടെ വിലസാൻ തുടങ്ങി. അങ്ങനത്തെ ഓരോ തമാശകള് ഞാൻ ആലോചിക്കേ. നമ്മുടെ ഇപ്പം എനിക്ക് പോയപ്പോൾ എസ്കേപ്പറ്റ കട, ഇപ്പം നമ്മൾ ഈ കോഴിക്കോട് തെരുവിൻ്റെ മറ്റേ എസ്കേപ്പറ്റ കടയൊക്കെ കോഴിക്കോടിൻ്റെ വശമല്ല, അവിടെയൊക്കെ ആളിങ്ങനെ ഓരോരുത്തരെ അവരുടെ രൂപങ്ങള്, അവരുടെ മാനർസങ്ങളും ഒക്കെ നിരീക്ഷിച്ചിട്ടാണല്ലോ ആള് ഒക്കെ എഴുതുന്നത്. നമുക്ക് അങ്ങനത്തെ അതേ എല്ലാ നാട്ടിലും അങ്ങനത്തെ കഥകള് ഭയങ്കര അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ 90 കിഡ്സിന് പറയാനുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയും. അതിനേക്കാളും കൂടുതൽ പറയേണ്ടാവും 80 കിഡ്സ്, 80-ന് ശേഷമുള്ളത്. അതിനേക്കാളും കൂടുതൽ പറയേണ്ടാവും 70 മുതൽ 80 വരെ ജനിച്ചവർക്ക് കൂടുതൽ കഥകൾ പറയണ്ടാവും. അതിന് മുന്നേ ജനിച്ചവർക്ക്, 60-ൽ ജനിച്ചവർക്ക് അതിനേറെ പറയാനുണ്ടാവും. അതിന് മുന്നേ ജനിച്ചവർക്ക് അതിലേറെ പറയാനുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് അല്ലേ. എൻ്റെ അനുഭവങ്ങൾ കൂടും തോന്നുന്നു. എന്തായാലും
എനിക്ക് നന്നായി എഴുതാൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് ഒറ്റക്കാരൻ്റെ പോലെ എങ്ങനെയൊക്കെ ചേട്ടൻ നന്നായി എഴുതാണ്ടാ ഞാൻ എഴുതും. നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ എഴുതും. അയ്യോ അടി പിടിച്ചത് ദൈവമേ. അടിയിലൊന്നും പിടിക്കില്ല. നല്ല തെളിഞ്ഞു വന്ന് കൂട്ടാനായിട്ടാ. ഉപ്സ് നോക്കിയോ നമുക്ക്, ഉപ്പും പുളി നോക്കിയോട്ടെ കേട്ടാ. ഞാൻ കനലിൽ കിടന്ന് തിളക്കല്ലേ വെച്ചിട്ട് ഇളക്കി കൊടുക്കണ്ടിരുന്നേ. അടി പിടിക്കില്ലേ? എരിവുണ്ട് കേട്ടാ. എരിവുണ്ട്. ഈ മുളക് എരിവുള്ളതാ. നല്ല ചോടിയുണ്ട്. പുളി ഇറങ്ങണല്ലോ കുറച്ചും കൂടി കഴിഞ്ഞാൽ. പുളി ഇറങ്ങിയല്ലോ. പുളി ഇറങ്ങി. തിരുവണ്ടി ഇറങ്ങാണ്ട് നല്ല രസമുണ്ട്. എരിവുണ്ട്. ആ മാങ്ങയും കൂടി ഇടണം. ഇതിന് മാങ്ങിയത് പുളി 4 കഷ്ണം കൂടി ഇട്ടാ. ഒരു കാര്യം ചെയ്യും, ഇത് നമുക്ക് തിന്നാം. ഉപ്പും എനിക്ക് വേണ്ട. ഭയങ്കര പുളിയുള്ള സാധനട്ടാ. ഒരു സാധനം പിടിക്കാം. നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് വരാം. എനിക്ക് മനസ്സിലായി. സരിത 4 മാങ്ങ ഇട്ടു കേട്ടോ. 4 മാങ്ങ ഇട്ടു. നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ. മതി. അവിടെ വയ്ക്കറിയപ്പാ. അതെ 2 കഷ്ണം വെച്ചിട്ടുണ്ട്. വെച്ചു. ഇതേ നമ്മുടെ അജീഷ്, ചാലക്കുടിയിലുള്ള അജീഷ് തന്നിട്ടുള്ള എന്നിട്ട് ഈ അത്ഭുത ഫ്രൂട്ടാണ്. അതുമേലത്തെ ഫ്രൂട്ടാണ് നമ്മൾ പൊടിക്കണ്ട. നോക്കിയേ കണ്ട. എന്തൊരു ഫ്രൂട്ട് എന്നാ പറയുന്നത്? ഈ മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അജീഷേ നീ തന്നത് കണ്ടമാനം ഉണ്ടായിട്ടുണ്ട് ഇതുമേലൊക്കെ. അപ്പോൾ ഈ 2 ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് പറഞ്ഞാൽ സരിതിക്ക് കൊടുക്കാം. മാങ്ങ തിന്നുമ്പോൾ എങ്ങനെ കൂളായിട്ട് തിന്നാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മുടെ 2 മിറാക്കിൾ ഫ്രൂട്ടാണ് ഞാൻ പൊട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ഒരെണ്ണം സരിതിക്ക് കൊടുക്കുന്നു. പിന്നെ എനിക്ക് ചോറിനും പിന്നെ ടേസ്റ്റ് പോവായില്ല. ഞാൻ ഇത് കഴിക്കാൻ കേട്ടാ. ചോറിനൊക്കെ ഒരു മധുരമായിരിക്കും. ഇനിയിപ്പോൾ മീൻ കൂട്ടാനൊന്നും ചേട്ടന് ടേസ്റ്റ് അറിയില്ല. ഇത് ഞാൻ ഒന്ന് തൊട്ടില്ല, നാളെ ഉള്ള വെറുതെ ഇങ്ങനെ പറഞ്ഞോളൂ. നിൽക്കട്ടാ. കുഴികളയായി 2 മിനിറ്റ് കഴിയില്ല കേട്ടാ. 2-3 മിനിറ്റ് കഴിയില്ല. ഇത് വേണം എനിക്ക് മാങ്ങ തിന്ന് നോക്കി നോക്കാം. ഇത് തീയത്തീനാ നീ വേണ്ട അല്ലേ? തീയണ്ട. ആ ചെറിയ തീയിൽ കിടന്ന് തിളച്ചിട്ട് ആ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിയട്ടെ. അപ്പോൾ നമ്മളിത് മാങ്ങ സരിതിക്ക് മറ്റേ മാങ്ങയില്ലേ ഞാൻ തിന്നാൻ പോണേ. എന്ത് രസം മാങ്ങ ശരിക്ക്. ഇത് ഭയങ്കര പുളിയെന്നല്ലേ. പ്ലിയൂർ മാങ്ങ തിന്നണ പോലെ ഉണ്ട്. പ്ലിയൂർ മാങ്ങ നല്ല ഇതിൽ ഭയങ്കര അത്ഭുതം. അതുകൊണ്ടാണല്ലോ ഇതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയണേ. ഇന്ന് ഞാൻ ചോറിനല്ലേ. ഇന്ന് ചോറിനരി കൂട്ടാൻ മധുരമായിരിക്കും, ചോറിന് മധുരമായിരിക്കും. ആരെങ്കിലും പറഞ്ഞപ്പോ ആ സാധനം പോയിട്ട് തിന്നെ. അല്ല നല്ല രസം. നല്ല രസം അത് കൂടി കഴിച്ചോ. നിനക്ക് മാങ്ങ വേണ്ട. ഈ പുളീനെ മധുരാക്കാൻ പറ്റിയത് വേപ്പിലിട്ടിട്ടില്ല. വേപ്പില ഇട്ടു. തുടക്കം വടറ്റുമ്പോ ഇട്ടു. ഇപ്പൊ ലാസ്റ്റ് വേണേ 2-3 ഇനി കഴിഞ്ഞില്ലേ പരിപാടി. അപ്പൊ കൂട്ടാൻ പണി കഴിഞ്ഞു. മാങ്ങ കൂളായിട്ട് 2 കഷ്ണം തിന്നു. ഞാൻ ഇരുമ്പും പൊടി തിന്നാം, എല്ലാം തിന്നാം. ഒക്കെ മധുരമായിരിക്കും. മീൻ കൂട്ടാൻ ടേസ്റ്റ് നോക്കിയേ. വേണ്ട, എനിക്ക് അങ്ങനെ തിന്നാൻ ഇഷ്ടമില്ല. മധുരമായിരിക്കും. അടിപൊളി ഇട്ടാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇറക്കാം. കൂട്ടാവൻ 5 മിനിറ്റ് കൊണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ഇരുമ്പം പുളിയും കൂടി പൊട്ടിച്ച് വെറുതെ തിന്നാട്ടാ. ഇരുമ്പം പുളി കഴുകട്ടെ. നല്ല പുളി. പിന്നെ മോന്തങ്ങനെ ഹായ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒറ്റടി കടിച്ചു മുറിച്ചിട്ട് ഇത്തിരീശ് ഇങ്ങനെ അങ്ങനെ തിന്നെ. അല്ല ഫുള്ള് മധുര. ഒരു ചെറിയൊരു തരിപ്പുണ്ട്, പക്ഷെ ആ രസമുണ്ട്. അങ്ങനത്തെ നമുക്ക് ഇരുമ്പുള്ളി തിന്നുമ്പോഴുള്ള ഒരു പറയില്ലേ, ആ പരിപാടി ഒന്നും ഇല്ലേ. ധൈര്യമായിട്ട് തിന്നാം. ഇറക്കാം നമുക്ക്. മതിയില്ലേ? ഇന്ന് ഞങ്ങൾ തുടർന്നില്ല ഇത്. ഞങ്ങളെന്ന് പറയണ്ട, എനിക്ക് ജഗുന് കഴിച്ചൂടെ. നീ ചോറുണ്ടോ? ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാം. അങ്ങനെ കാളാഞ്ചി ഇളക്കണം. അങ്ങനെ കാച്ചാൻ വേണമെങ്കിൽ ചേട്ടാ. വേണ്ട, കാച്ചൊന്നും വേണ്ട. നാളെ കാലത്ത് കാച്ചാൻ വേണമെങ്കിൽ. അപ്പം ഇനി നാളെ കാലത്ത് നിൽക്കുമ്പോൾ കാണാം. കൂട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. നമ്മുടെ കാളാഞ്ചി കൂട്ടാൻ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഇത് ഇത്രയ്ക്ക് ആയിട്ടാ.
ഇവർ ഇത്തിരി ഭക്ഷണം കഴിച്ചു, ഇത്തിരി ഭക്ഷണമല്ല ഇത്തിരി കൂട്ടാൻ കഴിച്ചു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല കേട്ടാ, പക്ഷേ ഇത് വളർത്ത് മീനായതുകൊണ്ട് അതിൻ്റെ ഒരു മണം. ഇത് വറക്കാനാന്നോണം നല്ലത് അല്ലേ? വറക്കാൻ അടിപൊളിയെന്നുകൊണ്ട് കാളാഞ്ചി ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് വറുത്ത് കിട്ടും. കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട് കാളാഞ്ചി പൊള്ളിച്ചത് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് ഇത്തിരി കൂട്ടെടുക്കണം കേട്ടാ. ഇവർക്ക് എന്താ വെച്ചിട്ട് കായൽ മീനിൻ്റെ ഒരു മണമുണ്ട് നോക്കാം, ഒരു സൗണ്ട്. ഞാനാണെങ്കിൽ ഇത് ലാവിഷായിട്ട് കഴിക്കുന്നുണ്ട്. ഓ ഇതൊക്കെ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഇത് മുഴുവൻ തീർക്കണല്ലോ ദൈവമേ, എൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കഴിക്കാൻ. ഇത് ഇത്ര ആയിട്ടാ കൂട്ടാനപ്പോഴേക്കും എനിക്ക് ഞാൻ തലേദിവസം കഴിച്ചു വിട്ടതേ, ഇത്തിരി അത്യാവശ്യം കഴിച്ചു. അപ്പോൾ എന്തിനാന്ന് വെച്ചിട്ട് ചോറിനൊക്കെ മധുരം മറ്റേ മാജിക് ഫ്രൂട്ട് കഴിച്ചിട്ടേ, മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ചോറേ ഉണ്ടില്ല എന്ന് പറഞ്ഞ ആളാട്ടാ. ചോറ് അത്യാവശ്യം ഉണ്ട്. ഇവന് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇവന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, അത് കഴിക്കാൻ രസമല്ലേ. ഇവൾക്ക് ഇഷ്ടമല്ലേ? കുഴപ്പമൊന്നുമില്ല കേട്ടാ, അത്രയ്ക്ക് മോശമൊന്നുമല്ല. മീൻ കഷ്ണേ നല്ല സോഫ്റ്റാ, മുറുക്കലയാ, തൊട്ട് കൊടുത്താൽ മതി. അത് കഴിക്കുക മീൻ കഷ്ണം രസമുണ്ട് കഴിക്കാൻ. മീൻ കഷ്ണത്തിന് അങ്ങനെ മണമൊന്നുമില്ല. ഇല്ല, കൂട്ടാൻ ചാറിനാണ് ഒരു, അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. മുള്ളുണ്ട് ഇടല്. ഈ കായൽ മീനൊക്കെ ഇഷ്ടപ്പെടില്ലേ? എനിക്കൊരു ഉരുളാണ് മീൻ വേണം. ആ ജഗ്ഗുവിന് കുഴപ്പമില്ല. ഇത് മാങ്ങിയിട്ടിട്ട് തന്നെ വെക്കേണ്ടത് ശരിക്കും, കുടപ്പുള്ളി ഇട്ടിട്ടല്ല. അതെ. അപ്പോൾ നിങ്ങളും അല്ല ഇത് വെക്കുമ്പോൾ കാളാഞ്ചി വയ്ക്കുമ്പോൾ മീൻ വറുത്താൽ മതി. അല്ല അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കൂട്ടാൻ. അല്ല നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞൊന്നും മാത്രമല്ല. അപ്പം നിർത്താട്ടെ നമുക്ക്. അടിപൊളിയപ്പോൾ എല്ലാം കൊണ്ടും.